ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം പുതിയ അപ്ഡേറ്റ് വരുന്നൊരു സംഭവമാണ് ഈ മയക്കുമരുന്ന്, സിന്തറ്റിക് ലഹരി. അത് കൈകാര്യം ചെയ്യുന്നതും വിൽക്കുന്നതും പൈസ വാങ്ങുന്നതുമെല്ലാം അധ്യാപികമാരിലെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം ഒരു അധ്യാപിക അറസ്റ്റിലാവുന്നു, പിന്നീട് കൂട്ടുകാരി, പിന്നീട് മൂന്നാമത്തെ അധ്യാപികയും ഈ കേസിൽ അറസ്റ്റ്. 3 പേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് ജോലിയിൽ നിന്ന്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർ ഈ രീതിയിൽ മാറുന്നത് വലിയൊരു മോശം സന്ദേശമല്ലേ നൽകുന്നത്. അത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് ചെയ്യുന്നത്. അത് തന്നെയുമല്ല, ഇവർ ഈ ഫീൽഡിലേക്ക് കുട്ടികളെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാവുള്ളത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമാണ്. ആ എവിടം വരെ പോകുന്നു ആർക്കും പറയാൻ പറ്റില്ല. കാരണം ടീച്ചർമാർ പറഞ്ഞാൽ പൊതുവെ കുട്ടികൾ കേൾക്കും, അവർ എന്താണെന്ന് നോക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ ഉപയോഗിച്ച് ഇത് വിതരണം ചെയ്യുമോ, അങ്ങനെ പലതിനും സാധ്യതയില്ലേ? കാര്യം ഇതൊരു വളരെ വളരെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ് ഇത്, അധ്യാപികമാർ ഈ രംഗത്തേക്ക് വന്നുള്ളത്. ഇത് ജവർന്നവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനമുള്ളൊരു വിഭാഗം തന്നെയാണ്. ഇപ്പം എന്തുകൊണ്ട് അവർ ഈ മാർഗം തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് ലഹരിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉന്മാദം മാത്രമല്ല. അല്ല, ഇവർ ഇപ്പോൾ ഇന്ന് കണ്ട റിപ്പോർട്ട് പ്രകാരം ഇവർ 3 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ ചെന്നെത്തുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വിരൽത്തുമ്പിലാണ് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ ബോധമുണ്ട്. ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഈ തലമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആഡംബര ജീവിതത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മളെ പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്ന് അധ്യാപകർ ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരുമിക്ക വിഭാഗങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആർഭാട ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അതിലൊട്ടും പുറകിൽ നിന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന റീൽസുകൾ, അല്ലെങ്കിൽ വസ്ത്രധാരണത്തോട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ യാത്രയോട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കരസ്ഥമാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നതാകട്ടെ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ആഡംബരത്തിൽ ഒട്ടും കുറയാത്തൊരു വ്യക്തിയാണെന്ന് കാണിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തോന്നലിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ ഏറ്റവും വലിയൊരു മൂലച്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാമെങ്കിലും ഇതിനെയൊക്കെ നമുക്ക് ചില രീതിയിലേക്ക് നമുക്ക് മാറ്റി നിർത്താനും പറ്റുമായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾക്ക് വളരെയധികം കേട്ടിട്ടുള്ളതാണ് യുവജന വിഭാഗങ്ങൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ ടീനേജിലുള്ള പല ആൺകുട്ടികളും ഒത്തിരി ക്രിമിനൽ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നതായിട്ടും ഇതിനോട് ബന്ധപ്പെട്ട ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു കുറേ നാൾ, ഒരു 10-20 വർഷം മുമ്പുള്ളൊരു കാലഘട്ടമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രാമപ്രദേശമാകട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രദേശമാകട്ടെ അവിടെ ഉണ്ടാകുന്ന കവലകൾ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നാലും കൂടി ഒരു മുക്കെന്നൊക്കെ പറയുന്നത് ജനങ്ങളാൽ അവിടെ എത്തപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. ആ കവലകളുടെയൊക്കെ ആധിപത്യം എന്ന് പറയുന്നത് പ്രായമുള്ള അമ്മാവന്മാരോ അല്ലെങ്കിൽ പ്രായമുള്ള വ്യക്തികളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന യുവജനങ്ങളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരൊരു മദ്യപിച്ചോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പ്രവൃത്തിയുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങാൻ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛനോ എൻ്റെ അപ്പൂപ്പനോ അമ്മാവനോ ഉണ്ടാകുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കാലം മാറി പുതിയ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രായമുള്ള ജനതയെല്ലാം അവരെല്ലാം വീടിൻ്റെ അകത്ത് തളച്ചിടപ്പെട്ടു എന്നുള്ളതാണ്. വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടപ്പോൾ അകത്തിരിക്കേണ്ട കുട്ടികൾ, അല്ലെങ്കിൽ സന്ധ്യയായ വീടിൻ്റെ അകത്ത് ഉണ്ടാകണമെന്ന് ചടിച്ചിരുന്ന വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ യുവജന വിഭാഗങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെയാണ് അവർ അവരുടേതായിട്ടുള്ളൊരു ലോകത്തെ കാണാൻ തുടങ്ങുന്നത്. അത് തേടിക്കൊണ്ടുള്ള യാത്രയിലായിരുന്നവർ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് ഈ ആധുനിക സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന ലഹരിയുടെ അതിവ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഉള്ളിൽ തളയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ഈ രക്ഷകർത്താക്കളുടെ രീതിയിലുള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സമൂഹത്തെ മുന്നിലേക്കാണ് തുറന്ന ഒരു വികാസമായിട്ട് അല്ലെങ്കിൽ തുറന്നൊരു ലോകം വരുന്നത്. ആ ലോകത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവർ ഭ്രമിച്ചു പോവുകയാണ്. അവർക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അറിയില്ല. ഒരു വാഹനം കിട്ടിയാൽ അവർ മനസ്സിലാക്കുന്നത് ആ വാഹനം ഓടിക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്കുണ്ടെന്നും ആ വാഹനം ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള ബോധത്തിലെടുത്ത് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ആ പക്വതയിലേക്ക് എത്താത്ത കുട്ടികൾ ലഹരിയോട് ബന്ധപ്പെട്ട് വരുന്ന എന്തുപയോഗിച്ചാലും അവരുണ്ടാകുന്ന ഉന്മാദം, ആ ഉന്മാദത്തേക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം ഇവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിഭാഗങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന വിഭാഗങ്ങളായിട്ട് അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്.
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞ പ്രദേശം, എറണാകുളത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കുന്നത് എറണാകുളം എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട സ്ഥലമാണെന്ന്, ഇവിടെ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വിഭാഗങ്ങൾ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാത്രി കാലഘട്ടങ്ങളിൽ പകലോ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതി, അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പറയുന്നത്, ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന കുട്ടികളിൽ പലരും ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന പല ആൺകുട്ടികളും പെൺകുട്ടികളും എറണാകുളത്തിൻ്റെ രാത്രി സമയങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇടുക്കിയോ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്നു, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ, ആ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന കുട്ടികൾ രാത്രി കാലങ്ങളിൽ അവരിവിടെ അലഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ജോലിയോട് ബന്ധപ്പെട്ടായിരിക്കാം, പക്ഷേ രാത്രി കാലം സഞ്ചരിക്കുന്നുണ്ട്, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരെ പോലെയുള്ള ആളുകളിലാണ് ഈ പറഞ്ഞ കൊച്ചിയെ പോലും സജീവമാക്കുന്നത്. അപ്പോൾ അവരുടെ ചെറിയ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം കൊച്ചി പോലുള്ള ഒരു ആഡംബര നഗരത്തിൽ നിലനിന്നു പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു മാർഗം ഉപദേശിച്ചുകൊണ്ട് ഈ ഡ്രഗ്സ് വിൽക്കുന്ന ആളുകൾ ഇവരെ സമീപിച്ചിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇതിൻ്റെ ഈ കച്ചവട മേഖലയോട് ബന്ധപ്പെട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സമൂഹത്തിന് വിപത്തായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവജനങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക ഒരു തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും നീട്ടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അടുത്തത് എന്തെന്നുള്ളതിനെ പറ്റിയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ കൊച്ചിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നഗരപ്രദേശങ്ങൾക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ഗ്രാമവാസികളായിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നത്, ഒരു ജോലി തരപ്പെടുമെന്നുള്ള ചിന്താഗതിമാരി ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാടകയോ ഭക്ഷണകാര്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വരുമാനം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷയെന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട് വരുന്ന കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ ആ വലയിൽ അകപ്പെടുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് അവരുടെ ശാശ്വതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത് കേരളത്തിൽ അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലി സാധ്യതകൾ ഉണ്ടാകണം. ജോലി സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കുട്ടികളെന്ന് പറഞ്ഞാൽ ആഡംബരത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല എന്നും ലളിതമായ ഒരു ജീവിതം പുലർത്താൻ നിങ്ങൾ കഴിയുമെന്നുള്ള ബോധം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരം രീതിയിൽ മാറുമ്പോഴാണ് ഇവിടെയാണ് വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന അതിന് ഏറ്റവും വലിയ എന്താ പറയുക കടമകൾ മറന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ പൂർണ്ണമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ ഉന്മാദം മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെയോ അവരുടെ മക്കളുടെയോ മാത്രം നന്മ മാത്രമാക്കിക്കൊണ്ടല്ല അവർ അധ്യാപക വൃത്തിയിലേക്ക് എത്തുന്നത്. ഈ സമൂഹത്തിൻ്റെ മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടയാളം തന്നെയാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അവർ എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥികൾക്കും അനുകരിക്കാൻ പറ്റുന്ന റോൾ മോഡലുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ നിന്നുണ്ടാകുമെന്ന് പറയുന്ന ഇത്തരം പ്രവർത്തികൾ എന്ന് പറയുന്നത് ഒരിക്കലും മാപ്പ് കൊടുക്കാവുന്ന ഒരു കാര്യങ്ങളല്ല. മറ്റു വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശിക്ഷ നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാനസാന്തരം വന്ന് അവർ തിരിച്ചു വരാൻ ജീവിതത്തിലേക്ക്. പക്ഷേ അധ്യാപകർ എന്ന് പറയുന്ന വിഭാഗം ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ മാപ്പെന്ന് പറയുന്ന ഒരു കാര്യം അവർ അർഹിക്കുന്നില്ല. കാരണം അവർ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് നേർവഴിയിലേക്ക് നയിക്കേണ്ടത്. അപ്പോൾ അത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന മറ്റൊന്നുമല്ല, ജനങ്ങളുടെ ഈ കാര്യങ്ങളിലേക്ക്, കുടുംബങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇതെല്ലാം മാറിയിട്ടുണ്ട്. പല കുടുംബങ്ങളുടെയും അവസ്ഥകൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോലും ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നു. കുടുംബങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ അയൽപക്കത്തേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ ബോധമുള്ള വ്യക്തികളാകട്ടെ ഇവരെല്ലാം തന്നെ ഇതിനെ മുറിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ തുടച്ചു മാറ്റാനുള്ള പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അധ്യാപകർ എന്ന് പറയുന്ന അതിന് മാതൃകയായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഒരു അധ്യാപക സമൂഹം ഇങ്ങനെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ അധ്യാപക സമൂഹത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ് ഒരു ബോധത്തിലേക്ക് ഈ സമൂഹം എത്തേണ്ടതുണ്ട്.